കണ്ടറിയൂ, കേട്ടറിയൂ. ഇതുണ്ടോ നല്ല അടിപൊളി കോവൽ. ഞാൻ ഒരു തണ്ട് കൊണ്ട് വെച്ചത്, അത് കയറി ഇങ്ങ് ടെറസ് വരെ പോയേക്ക്. ഇതുണ്ടോ, ഇതിൽ നിന്നാണ് ഇപ്പം ഞാൻ കോവയ്ക്ക കുറച്ച് പറിച്ചിട്ട് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കോവയ്ക്ക ഇതുണ്ടോ, പൂവ് കോവയ്ക്ക കായ്ച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറേ കോവയ്ക്കയുണ്ട്. ഞാനിത് പറിച്ച് പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പറിക്കാം. കൂട്ടിലായിട്ട് കുറേ കീരിക്കുഞ്ഞുങ്ങൾ വരും. നല്ല നീളമല്ലേ. ഇതൊക്കെ വളരെ ഒരു ചാണകം മാത്രം ഇട്ട് വളർത്തിയ സാധനമാണ്. പക്ഷേ അതിൻ്റെ കൊമ്പ് താഴേന്നൊരു വള്ളി വന്നിട്ട് അങ്ങ് ടെറസിലങ്ങ് മേലെ ആ കമ്പിയാൽ ഇങ്ങനെ സ്റ്റെയർ കേസ് വഴി കയറി പോയതാണ്. എന്ത് വളരെ നാച്ചുറലായിട്ടുള്ള കോവയ്ക്കാണ്. ഇതുണ്ടോ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, അത്ര നാച്ചുറൽ. ഇവിടെ ഞാൻ കോവയ്ക്കെല്ലാം അരിഞ്ഞിട്ട് ഇതാ ഇവിടെ കുറച്ച് മുളക് പൊടിയായിട്ട്, ഇച്ചിരൂടെ മുളക് പൊടി വേണമെന്ന് തോന്നുന്നു. ഇതുണ്ടോ, കുറച്ച് മുളക് പൊടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തത് ശക്കല മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് ഇച്ചിരി കായം. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം. ഇനി നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യാം. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഒരു ശക്കല ഉപ്പ്. ഉപ്പ് ഞാൻ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ, ഞാൻ എപ്പോഴും പറയും. കാരണം ഇത് തോരനുമല്ല മെഴുകുരട്ടിയല്ല. ഇത്രേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഓക്കെ, കുറവായിരുന്നു, എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്. ഇവനെ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് മുളക് പൊടി, നല്ല വറ്റമുളക് പൊടിച്ചത്, ഉപ്പ്, കായം, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് വളരെ ഒരു സ്പെഷ്യലാണ്. ഇനി ഇവനെ എടുത്തിട്ട് അതുപോലെ നമ്മൾ ഈ മീനൊക്കെ സാധാരണ അരച്ച് വരട്ടി ഫ്രിഡ്ജ് വെക്കത്തില്ല, അതുപോലെ ഇത് കുറച്ച് നേരത്തേക്ക് ഇതെല്ലാം ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഇവനെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. നന്നായിട്ട് ഇളക്കി വെച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന സാധനം ഞാൻ എടുത്തു. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കിവനെ ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിത് മെഴുക്കുവരട്ടിയല്ല തോരനുമല്ല, ഇത് മസാല തേച്ച് നന്നായിട്ട് നമ്മൾ ഈ മീനൊക്കെ വറക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. നല്ല മസാല തേച്ച് കണ്ടില്ലേ, ഇത് എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് മൊരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഇച്ചിരി കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് മെഴുക്കുവരട്ടിയേക്കാളും തോരനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റായി ഈ സാധനം. സംഭവം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇവനെ ഒന്ന് ഇതിലേക്ക് നമുക്ക് മാറ്റാം. മൊരാന്നൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ സാധനം. കാരണം ഇതൊരു പകുതി സ്നാക്സ് പോലെയാണല്ലോ, ഇതിൽ ഈ ബജിയൊക്കെ പോലെ ചൂടോടെ നിന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. അതൊരു സത്യാവസ്ഥയാണ്. നല്ല രസമുണ്ട്. ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാവുന്ന ഇതാണ്. കായം
വളരെ ഒരുപാട് മസാലകളോ അല്ലെങ്കിൽ എന്താ പറയുക ഗരം മസാല ഒന്നുമില്ല, വെറും കായവും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താൽ പണി കഴിയും. ഇതിപ്പോൾ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പം ടെറസിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന അതാണ് നിങ്ങൾ കണ്ടില്ലോ, ആ സൈഡിൽ കൂടി ഇങ്ങനെ വളർന്ന് കയറി പോയേക്കോ, കോവല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. നമ്മളെങ്ങോട്ട് അതിൻ്റെ തലയെടുത്ത് വെക്കുമ്പോൾ ആ വഴി പോകും. നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ കാണണം, ഷിബു കലർന്ന് അടിച്ചാൽ മതി. താങ്ക് യു.